സൂര്യസ്വാമി, ഞാൻ ഒരുപാട് തവണ പളനി പോയിട്ടുണ്ട്. ആഹാ. പക്ഷെ സത്യം പറഞ്ഞ ഇത്രയും സന്തോഷത്തോടുകൂടി യാത്ര പോകുന്നത് ആദ്യമായിട്ടാണ്. ആഹാ. അതിനെന്താണോ പ്രത്യേകിച്ച് കാരണം? അത് സൂര്യസ്വാമിയോടെ അല്ലേ വരണത്. അതിലും വലിയ പ്രത്യേകത വല്ലതും വേണോ സ്വാമി? ആ നന്ദിനി, താൻ ഒരുപാട് തവണ പഴനിക്ക് പോയിട്ടുള്ളല്ലേ? ഒരുപാട് തവണയൊന്നുമല്ല, 2 തവണ. ഒരു തവണ പോകുമ്പോ ഞാൻ കുഞ്ഞായിരുന്നു. പിന്നെ എപ്പോഴാ? ആ ആ പിന്നെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എല്ലാരും കൂടി ഒരു പോക്ക് പോയി. അത്രേ ഉള്ളൂ. നമുക്കേ ഈ വർഷം ഒന്ന് പോയി നോക്കാം. കൊള്ളാമെങ്കിൽ എല്ലാ വർഷവും ശീലാക്കാം. എന്താ സാർ, ഞാനൊരു കാര്യം പറയട്ടെ. സാർ എപ്പോഴും ചോദിക്കാറില്ലേ എവിടെയെങ്കിലും പോണോ, എന്തെങ്കിലും സ്ഥലം കാണണമെന്നൊക്കെ? എനിക്കങ്ങനെ ദൂരദേശത്തൊന്നും പോണമെന്നില്ല, ഒരുപാട് കാഴ്ചകൾ കാണണമെന്നില്ല. വർഷത്തിലൊരു തവണ ഇതുപോലെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ സാർ കൊണ്ടുപോയാൽ മതി. ആ ഒരു വർഷം മുഴുവൻ അതാലോചിച്ച് ഞാൻ ഇരുന്നോളാം. അതൊന്നും ശരിയാവില്ല. എടോ, ഈ പ്രശ്നങ്ങൾ ഒതുങ്ങാനാണ് ഞാനൊന്ന് കാത്തിരിക്കുന്നത്. അതിനുശേഷം തന്നെ കൊണ്ട് ഞാനൊരു പറക്കലങ്ങ് പറക്കും. എടോ, തനിക്ക് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാടോ. അല്ല സ്വാമി, നമുക്ക് എവിടെന്നെങ്കിലും കഴിക്കണ്ടേ സ്വാമി? ആ അനന്ത സ്വാമി, നമുക്ക് അടുത്ത് കാണുന്ന ഏറ്റവും നല്ല ഹോട്ടലിൽ തന്നെ നിർത്തിയേക്കാം. അത് വേണ്ട സർ, നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിച്ചാൽ മതി. എന്നിട്ട് വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നിർത്തി നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. അതെന്താ, അങ്ങനെ വല്ല ചടങ്ങുണ്ടോ? ഏയ്, ചടങ്ങൊന്നുമില്ല സർ. പിന്നെ ഇങ്ങനത്തെ യാത്രയൊക്കെ പോകുമ്പോ നമ്മൾ മാത്രമായിട്ടിരുന്ന് എവിടെയെങ്കിലും ഒരു തണലിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സുഖം വേറെ എവിടെ ഇരുന്നാലും കിട്ടില്ല. ഹോട്ടലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നല്ലേ. പറഞ്ഞു വന്നപ്പോ അത് കൊള്ളാവുന്നൊരു ഐഡിയ ആണല്ലോ. രാജസ്വാമിക്ക് എന്ത് തോന്നുന്നു? പെങ്ങള് സ്വാമി ഒരു കാര്യം പറഞ്ഞ അതിലൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താ സ്വാമി? അവിടെ നിന്ന് ഇറങ്ങിയപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുക ഒരാളെ. നന്ദിനിയുടെ മുഖത്ത് ഒരു സന്തോഷം ഇല്ല രാജുട്ടാ? ഉണ്ട് സ്വാമി, മുഖത്ത് വല്ലാത്തൊരു വെട്ടം. അതുണ്ടാവും. സത്യത്തില് എന്റെ മനസ്സ് ഇപ്പം ഒരിടത്തും പിടിച്ചിർത്താൻ പറ്റാത്തൊരവസ്ഥയില. ഞാൻ നല്ല സന്തോഷത്തില. അത് മതി. എടോ, തന്റെ സന്തോഷമാ ഞങ്ങളുടെ സന്തോഷം. രാജസ്വാമി, എന്താ സ്വാമി? ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹരോ ഹരഹര, ഹരഹരോ 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 ഹരഹര, ഹരഹരോ ഹരഹര. നന്ദിനി, നന്ദിനി, ചായ. നന്ദിനി, ഇവളിത് എവിടെ പോയി കിടക്ക? നന്ദിനി, ചായ. നന്ദിനി, നന്ദിനി, ചായ കിട്ടിയില്ല. അടുക്കളയിൽ അവര് രണ്ടുപേരും ഇല്ല. എവിടെ പോയി കിടക്കുവാണോ?
സ്വാമിമാരല്ലേ, ഇനിയിപ്പോ രാവിലെ ക്ഷേത്രത്തിലോ മറ്റോ പോയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. എല്ലാം കരുതിക്കൂട്ടി ചെയ്യുന്നത്. ഡാഡിയാ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. എന്താ? മമ്മി, അടുക്കളയിൽ നന്ദിനിയുമില്ല, രാജുവില്ല. എവിടെ പോയതാണെന്ന് അറിഞ്ഞൂടാ. എവിടെ പോവാൻ? പുറത്തെവിടെയെങ്കിലും കാണും, പോയി നോക്ക്. ഇന്നലത്തെ ഭജനയും കോലാഹലവും ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ കിടന്ന് നല്ല ഉറക്കമായിരിക്കും. സ്വാമിമാരായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട, നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. ഡാഡി, നന്ദിനിയെ കണ്ടോ? അവര് മൂന്നുപേരും രാവിലെ തന്നെ പോയി. എങ്ങോട്ട്? പഴനിക്ക്. പളിനിയിലോ? അതെന്താ ആരോടും പറയാത്ത? എന്നെ തന്നെ വെളുപ്പിന് വിളിച്ചുണർത്തിയാ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്താ ഞങ്ങളോട് പറയാതിരുന്നേ? സൂര്യ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് സത്യമാണെന്ന് എനിക്കും തോന്നി. അവര് യാത്രയാവാൻ നേരത്ത് ഇവിടെ എന്തെങ്കിലും കലഹം ഉണ്ടായാ അതവരുടെ യാത്രയെ ബാധിക്കില്ലേ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അവന് ഉറപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ആ അങ്കിള് പിന്നെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. ഇതിൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ വിജയ്. അവര് പഴനിമലയ്ക്ക് പോവാൻ മാലയിട്ടു, പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് അവരങ്ങോട്ട് പോയി. അതിലെന്താ? ഡാഡിക്കെല്ലാം നിസാര. ഇറങ്ങി പോകുന്ന നേരത്തും മമ്മിയെ അവഗണിച്ചാല് ഡാഡിക്ക് സന്തോഷാവുമല്ലോ. അതെന്തിനാ മോളെ അങ്ങനെ വേർതിരിച്ച് സംസാരിക്കുന്നത്? അവര് പോയത് നിങ്ങൾ 4 പേരും അറിഞ്ഞില്ല. പിന്നെ അതിൽ പത്മയ്ക്ക് മാത്രം എന്താ പ്രത്യേകിച്ചൊരു അവമാനം? ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഈ അവമാനത്തിന്റെ കണക്ക് പറച്ചിലൊക്കെ അവരിറങ്ങാൻ നേരത്ത് നിങ്ങൾ ആവർത്തിക്കുമായിരുന്നില്ലേ? അപ്പൊ ആരോടും പറയാതെ അവര് പോയത് തന്നെയാ നല്ലത്. എന്തായാലും മാലയിട്ടല്ലേ, ആ വ്രതം കൃത്യമായിട്ട് പൂർണ്ണമാക്കായിരുന്നു. അവൻ അടുത്ത വർഷവും പോകുന്നുണ്ട്. അങ്ങനെയാ സൂര്യ എന്നോട് പറഞ്ഞത്. അടുത്ത വർഷം എന്നോടും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. കഴുത്തിൽ മാല കിടക്കുമ്പോഴെങ്കിലും വൈരാഗ്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുമല്ലോ, അല്ലേ? മമ്മി, അവര് പോയതോ പോവാത്തതോ അല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം.